എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ. അത് എപ്പോഴും വേനൽക്കാലത്താണെങ്കിലും അതുപോലെ തന്നെ മഴക്കാലത്തും ഉടുക്കാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണ കോട്ടൺ ചെക്കോട്ട സാരീസിൽ കുറെ എംബ്രോയിഡറി ഡിസൈൻസ് ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന 6 സാരീസ് ആണ്. ഈ 6 സാരീസും റെഡി ഫോർ സെയിൽ ആണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ബ്ലൂവിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഡിഫറെന്റ് ഡിസൈൻസും ആണ്, ഡിഫറെന്റ് സ്റ്റിച്ചസും ആണ്. ഞാൻ എപ്പോഴും ഒരേ സാരി ചെയ്യുമ്പോഴും ഓരോരോ പുതിയ ഡിസൈൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം ഡിസൈൻസ് ഡിഫറെന്റ് സാരീസ് ചെയ്യാണ്ട് എല്ലാത്തിലും ഡിഫറെന്റ് ഡിസൈൻസ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. അപ്പോൾ ആൾക്കാർക്ക് സെയിം ഡിസൈൻ കണ്ട് മടുക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇന്നത്തെ കാണിക്കുന്ന എല്ലാ സാരീസും കുറച്ച് ഹെവി വർക്ക് ആയിട്ടുള്ള സാരീസ് ആണ്. എന്ന് വെച്ചാൽ മുന്താണി, ഷോൾഡർ പ്ലീറ്റ്, താഴെ ബോട്ടം ലെഗ് പോർഷൻ, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ഷെ ആ ഡിസൈൻ വന്നിരിക്കുന്നതൊക്കെ ഇത്തിരി ഹെവി ആയിട്ടുള്ള വർക്കാണ്. വലിയ ഡിസൈനുമാണ്, അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന വർക്ക് ഇത്തിരി ഹെവി ആയിട്ടുള്ള വർക്കുമാണ്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓഷ്യൻ ബ്ലൂ കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് പിങ്ക് കളർ ഷെയ്ഡ് കൊണ്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇത്തിരി ഹെവി ആയിട്ട് തന്നെ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന് വരുന്നത്. പല്ലുവിന് നല്ല തിക്കായിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കണമെങ്കിൽ പ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ ഫുള്ളുമായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് മെഷീൻ എംബ്രോയിഡറി ചെയ്തവരെ അത്രയ്ക്ക് നല്ല ഫിനിഷോടെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഉള്ളിൽ ഡാർക്ക് ഷെയ്ഡ് പിങ്ക്, പുറത്ത് ലൈറ്റർ ഷെയ്ഡ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നടുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഒരു റെഡിഷ് പിങ്ക് കളർ പോലെ. അത് കഴിഞ്ഞിട്ട് ലീവ്സും സ്റ്റെംസും എല്ലാം ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈനാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ ആ ഒരു ഔട്ട്ലൈനിങ് കൂടെ വന്നുകൊണ്ട് അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ്, ഒരു കുഞ്ഞ് ഡിസൈൻ, അത് ഒത്തിരി വീതിയിലില്ല, ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 2 ഡിസൈൻ ഇതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. 2 എണ്ണമാണ് അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിറച്ചും നമ്മൾ ഉടുത്തിട്ടുണ്ടെങ്കിൽ നിറച്ചും ഉണ്ടാകും. അപ്പം ഇത് ഞെറിഞ്ഞുടുത്താൽ മിക്കവാറും നല്ല അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാർക്ക് ഞെറിഞ്ഞുടുത്താൽ ഫുള്ളും വർക്കായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ. അത് വണ്ണം കുറഞ്ഞ കുഞ്ഞ് പ്ലീറ്റ്സ് ആയിരുന്നെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് പോകും. അതല്ലാണ്ട് വെറുതെ ചുമ്മാ എടുത്ത് തോളത്തോട്ട് വെക്കുവാണെങ്കിലും ഇത് ഫുള്ളും കണ്ടോളും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ എത്ര നല്ല ഫിനിഷോടെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതോർത്ത് തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ആണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ബ്ലൗസ് പീസ് യൂസ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡോ ലൈറ്റർ ഷെയ്ഡോ പിങ്ക് ബ്ലൗസ് പീസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1900 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇത് ആദ്യത്തെ സാരി. ഇതിൻ്റെ തന്നെ വേറെ 2 ഷെയ്ഡ്സ്, സെയിം സാരി തന്നെ, സെയിം കളർ സാരി തന്നെ, പക്ഷെ വേറെ 2 ഡിഫറെൻറ്റ് വർക്ക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരി വന്നിട്ട് വിത്ത് ബ്ലൗസ് പീസ് ആണ് രണ്ടാമത്തെ സാരി വരുന്നത്. സെയിം കളർ ഷീറ്റ് സാരിയാണ്. ഇതിൻ്റെ അകത്ത് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു കുറച്ചും കൂടെ വാടാമുല്ല കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാംഗോ ഡിസൈൻ ആണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു മാംഗോ ഡിസൈൻ, അതിൻ്റെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഫ്രഞ്ച് നോട്ടുമാണ്. അതൊരു ബേബി പിങ്ക് കളർ കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലാണ് വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഇത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കും. മറ്റേത് ചെയ്യാനും സമയം എടുത്തു. എന്നാൽ ഇത് സാറ്റിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് ആ ഫിനിഷിങ് കിട്ടണമെങ്കിൽ, വൃത്തിയായിട്ട് തയ്ക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ 4 എണ്ണമാണ് അടുപ്പിച്ച് വരുന്നത്. ഇതിനാണെങ്കിൽ ചെസ്റ്റ് പോർഷനിലും കൂടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് നിൽക്കാനുള്ള രീതിയിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറിൽ 4 എണ്ണം, ചെസ്റ്റിൻ്റെ അവിടെ ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. സ്ലീവിലും സെയിം വിത്ത് ബ്ലൗസ് പീസാണ്. സ്ലീവിലും അത് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ രണ്ട് സ്ലീവിലും വരുന്നുണ്ട്.
അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇനിയിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണ്ട സെയിം ബ്ലൗസ് പീസ് തന്നെയുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇനി അടുത്ത സാരി കണ്ടു നോക്കാം. സെയിം കളർ ഷെയ്ഡ് തന്നെ, പക്ഷേ കുറച്ചും കൂടെ വ്യത്യാസമുള്ള വർക്കാണ്. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സെയിം കളറിനകത്ത് നമ്മൾ റാണി പിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേന് ലൈറ്റ് പിങ്ക് ആയിരുന്നു, പിന്നെ നമ്മൾ മജന്ത വാടാമുല്ല കളറായി ഇതിൻ്റെ അകത്ത് റാണി പിങ്ക് കളർ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിങ്ക്, നടുക്ക് വൈറ്റ്, ലീവ്സ് എല്ലാം ലൈറ്റ് ഗ്രീൻ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലേസി ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് മുന്താണിയിൽ വന്നിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ്. വലിയ മുന്താണിയിൽ കണ്ടുപോലത്തെ 2 ഡിസൈനാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. വെറും 2 ഡിസൈനേ ഉള്ളൂ. അതുപോലെ തന്നെ കാലിൻ്റെ അവിടെയും അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1450 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പം മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 4 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് വരുന്നത്. അപ്പം ഇതാണ് ഈ 3 കളറാണ്. ഈ 3 സാരിയും സെയിം കളറാണ് വരുന്നത്. ഇനി വരുന്ന ബ്ലൂ എന്ന് പറഞ്ഞാൽ ടെർക്കോയിസ് ബ്ലൂ ആണ്. ഇതിപ്പോൾ ഓഷ്യൻ ബ്ലൂ ആണ് നമ്മൾ കണ്ടത്. ഇനി ടെർക്കോയിസ് ബ്ലൂ ആണ് കാണുന്നത്. സെയിം മെറ്റീരിയലാണ് ചെക്കോട്ട. ടെർക്കോയിസ് ബ്ലൂ കളർ സാരിയിലകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ്, പക്ഷെ വേറൊരു പിങ്ക് ആണ്. അതിൻ്റെ അകത്ത് വളരെ നീറ്റായിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡഡ് പിങ്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ, ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ലീവ്സ് ആണ് എടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല, ടെർക്കോയിസ് ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. അത് മുന്താണിയിൽ ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഇതുപോലത്തെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്ന 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഉണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ അത് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വരുന്നത്. ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്, ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാനുള്ള കാര്യം സാറ്റിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെയാണ്. സാറ്റിൻ സ്റ്റിച്ച് അത്രയ്ക്ക് ഫിനിഷോടെ നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് അങ്ങനെ കൂടുതൽ വന്നത്. അപ്പം ഇതുപോലെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ടെർക്കോയിസ് ബ്ലൂവിൻ്റെ തന്നെ അടുത്തൊരു സാരി കണ്ടു. അപ്പം അടുത്ത് ടെർക്കോയിസ് ബ്ലൂ ആണ്. ടെർക്കോയിസ് ബ്ലൂ സാരിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പിങ്കിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേബി പിങ്ക് ഉണ്ട്, അല്ലാണ്ട് ഒരു പിങ്ക് കളറുണ്ട്, വാടാമുല്ല, ഒരു മജന്ത പിങ്ക്, ആ ഒരു ഷെയ്ഡുള്ള പിങ്ക് ഉണ്ട്. എല്ലാത്തിലും നടുക്ക് ബേബി യെല്ലോ കളറാണ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീനും കൊണ്ട് ലീവ്സും ചെയ്തിരിക്കണം. ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ഇഞ്ചാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ഡിസൈനാണ്. നീളത്തിൽ നല്ല മുഴുത്ത നീളമുള്ള ഒരു ഡിസൈനാണ്. അപ്പം അങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിൽ വന്നിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ, ഇതെല്ലാം വലുതായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിസൈൻ ഉള്ളെങ്കിലും അത് മതി, നിറച്ചും പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളൂ. ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 12 ഇഞ്ചിൻ്റെ 2 ഡിസൈൻ വരുമ്പോൾ തന്നെ 22 ഇഞ്ച് ഫ്രണ്ടിൽ ഡിസൈൻ വരും. പിന്നെ ഈ ഒരു ഗ്യാപ്പും കൂടെ വരുമ്പോൾ ഫ്രണ്ട് ഫുള്ളും ഡിസൈൻ ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സാരി ഉടുക്കുകയാണെങ്കിൽ ഈ 3 കളറിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാരിയുടെ കളറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2150 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത നമ്മളിപ്പോൾ ടർക്കോയിസ് ബ്ലൂ കളറും കണ്ടു, അതുപോലെ തന്നെ ഓഷ്യൻ ബ്ലൂവും കണ്ടു. ഇനി നമ്മൾ കാണുന്ന വേറൊരു ഷെയ്ഡ് ബ്ലൂ ആണ്. ഇതാണ് ഈ ഒരു കളർ ബ്ലൂ ആണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ബോർഡർ ഡിസൈനിങ് ആണ്. ഫുൾ 1 സൈഡഡ് ബോർഡർ ഫുള്ളും ഇതുപോലെ വർക്കാണ്. ഇതിൻ്റെ അകത്ത് മുന്താണിയിലും വർക്ക് വന്നിട്ടുണ്ട്. മുന്താണിയിലെന്ന് പറഞ്ഞാൽ 1 സൈഡഡ്, മുന്താണിയുടെ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ നടുക്കേ കൂടെ ഇങ്ങനെ ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലില്ല, ഇപ്പുറത്തെ ബോർഡറിൽ വർക്ക് വരുന്നില്ല. ഈ ഒരു കാണുന്ന ബോർഡറിൽ മാത്രമാണ് വർക്ക്. ഇത് വൂവൻ സ്റ്റിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ റോസിറ്റി സ്റ്റിച്ച് എന്നും പറയും. ആ ഒരു സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പിങ്ക് ഉണ്ട്, ഒരു ലൈറ്റ് വയലറ്റ് കളർ പോലെ വരുന്നുണ്ട്, ലാവൻഡർ ഷെയ്ഡ്,
അതിൽ വെള്ള ലൈറ്റ് ഭയങ്കര ലൈറ്റ് പീച്ച് ഷെയ്ഡ്, ബേബി പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ആ കളറും വരുന്നുണ്ട്. ഈ 3 കളർ വരുന്നൊരു മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഡിസൈനാണ്. ലീവ്സ് ഡാർക്ക് ഒലീവ് ഗ്രീൻ വെച്ചിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് ഫില്ല് ചെയ്തത്. പിന്നെ സ്റ്റെം സ്റ്റിച്ച്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഫുൾ വൺ സൈഡ് ബോർഡർ ഇതുവരെ ഡിസൈൻ പോയേക്കുക. ഫുൾ സാരിയിലും ഇതുപോലത്തെ ഡിസൈൻസ് ആണ്. പ്ലീറ്റ്സിലും ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഉണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇതുപോലത്തെ 31 ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഫുൾ സാരിയിൽ ഇതുപോലെ ബോർഡർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴെ ബോർഡർ പോർഷനിൽ എന്ന് വെച്ചാൽ ബോട്ടം പോർഷനിൽ എത്തുമ്പോൾ ഇത് സ്റ്റാൻഡിങ് പൊസിഷനിലോട്ടാകും. ഇങ്ങനെ ഇതിപ്പോൾ കിടത്തിയല്ലേ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. താഴത്തോട്ട് പോകുമ്പോൾ അത് സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് മാറും. ഇപ്പോൾ ഇവിടം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവിടം വരെ നമ്മൾ കിടത്തിയാണ് തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബോട്ടത്തിലോട്ട് വന്നപ്പം സ്റ്റാൻഡിങ് പൊസിഷനിലോട്ടായി ഡിസൈൻ. അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബോട്ടം പ്ലീറ്റ്സിലോട്ടാകുമ്പോൾ അതിൻ്റെ ഗ്യാപ്പും കുറച്ച് ഈ ഒരു ഗ്യാപ്പായിരിക്കില്ല ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. അപ്പം മൊത്തത്തിൽ 31 ഡിസൈൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്, ഫുൾ സാരിയിലുള്ളത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് ഈ സെയിം കളർ ബ്ലൗസ് പീസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വേറെ ഏതെങ്കിലും കളർ ഇടുന്നേക്കാളും നല്ലത് സെയിം കളർ ബ്ലൗസ് പീസ് തന്നെ ഇടുന്നതാണ് നല്ലത്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ്. ഇതും റെഡി ഫോർ സെയിലാണ്, 2000 റുപ്പീസ്. ഇനി അടുത്തത് വരുന്നത് സെയിം കളർ സാരി തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല യെല്ലോ ഷെയ്ഡും യെല്ലോയും ബ്രൗണും നടുക്കൊരു പേളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തയ്ച്ചിരിക്കുന്നതാണ്. ഇത് പേളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കുന്നതല്ല, നൂല് വെച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് തയ്ച്ചു വെച്ചിരിക്കുന്നതാണ്. വിട്ടുപോരും എന്നുള്ള പേടി വേണ്ട. പിന്നെ അയൺ ചെയ്യാൻ നേരത്ത് ബീഡ്സിൻ്റെ മേളിൽ അല്ലെങ്കിൽ പേൾസിൻ്റെ മേളിൽ അയൺ ബോക്സ് വെക്കരുത്. അപ്പോൾ അതിൻ്റെ കളറ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറിച്ചിട്ട് തേക്കുക, ബാക്ക് സൈഡ് വെച്ചിട്ട് തേക്കുക. അപ്പം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം വൂവൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ലേസി ഡേസി തയ്ച്ചേക്കുന്നതാണ് ഈ ഒരു ഫ്ലവർ. പിന്നെ അതിൻ്റെ ചുറ്റും ബീഡ്സിന് കുറച്ച് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും ഒരു ബ്രൗൺ ത്രെഡും കൊണ്ട് ഫ്രഞ്ച് നോട്ടും തയ്ച്ചിട്ടുണ്ട്. ലീവ്സ് ആണെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡും സ്റ്റെമ്മ് ഡാർക്ക് ഒലീവ് ഷെയ്ഡുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ മുന്താണിയുടെ ഒരു സൈഡിലൊരു വലിയ ഡിസൈൻ, മുന്താണിയുടെ നടുക്ക് ഒരു കുഞ്ഞ് 3 ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു 3 ഫ്ലവർ ഡിസൈൻ. അങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോൾഡർ പ്ലീറ്റ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഒരു വലുത്, കുഞ്ഞത്, വലുത്, അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും സെയിം കളർ ബ്ലൗസ് പീസാണ് നല്ലത്. വേറെ കളർ ഇടുന്നേക്കാളും ഇപ്പോൾ യെല്ലോ ഇടുന്നേക്കാളൊക്കെ നല്ലത് സെയിം കളർ ബ്ലൗസ് പീസ് തന്നെ ഇടുന്നതാണ് നല്ലത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1860 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തത്തിൽ 3 ടർക്കോയ്സ് ബ്ലൂ അല്ല ഓഷ്യൻ ബ്ലൂ കളർ കണ്ടു. ടർക്കോയ്സ് ബ്ലൂ 2 എണ്ണം, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് 2 എണ്ണം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ 7 സാരിയാണ് കണ്ടത്. 7 സാരിയുടെയും റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.